ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കിട്ടി. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറി വെച്ചാലോ? അങ്ങനെയല്ല, നല്ല കാര്യങ്ങൾ പറയും. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇത് മുഴുവൻ മുളകും മല്ലി. മുഴുവൻ മുളക് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പൊടിയല്ല, മുളകും മല്ലി പിന്നെ കുറച്ച് കുരുമുളകും കൂടി വറുത്ത് പൊടിച്ചതാണ്. വറുത്ത് ഞാൻ മിക്സിയിൽ പൊടിച്ചതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചെറുതായിട്ട്, പച്ചമുളക് അരിഞ്ഞത്, ചെറിയുള്ളി അരിഞ്ഞത്, മല്ലിയില, നാളികേരക്കൊത്ത്, പെരിഞ്ചീരകം, തക്കാളി, മഞ്ഞൾപ്പൊടി. ഇതെന്താ ഉള്ളി? ഈ സബോളയ്ക്ക് വില കൂടി വന്നിട്ട് ഉള്ളിയാക്കിയോ? അതല്ല, സബോളയേക്കാൾ നല്ലത് ഉള്ളിയാണ് ഇതിന്. ആണോ? അപ്പോൾ എണ്ണ വെച്ചെടുക്കുക. അല്ല, ഈ കളർ സാരി കണ്ടിട്ടാണോ അച്ഛൻ രാവിലെ ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടി ആ പാട്ട് പാടുണ്ടായിരുന്നത്? പുലർച്ചയ്ക്ക് ആ മനുഷ്യരുന്നിട്ട് പോയി എൻ്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് എന്തൊരു അക്രമമാണ് നോക്കുന്നതൊക്കെ. അല്ല, നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കണില്ലേ? അച്ഛൻ അങ്ങനെ പറ, പാട്ടും പാടും, അമ്മ അങ്ങനെ പറ. എനിക്ക് വയ്യ എൻ്റെ ഭഗവാനെ. അച്ഛന് പാട്ട് പാടാ, പക്ഷെ ആ പാട്ടിനും ഈ സാരിക്കും എന്തോരു ബന്ധമുണ്ടോ? ചന്ദനച്ചോലയിൽ അച്ഛൻ അർത്ഥം വെച്ചുള്ള പാട്ടാണ്. അമ്മ ഞാൻ അത് കേട്ട് മയങ്ങണ്ട. ഞാൻ ഉറങ്ങുമ്പോ എനിക്കെന്താ ചെവിയിൽ പഞ്ഞു വെച്ചിട്ട് ഞാൻ ഉറങ്ങണ്? ഞാൻ എങ്ങനെ കേട്ടു? അത് ശരി, ഞാൻ കേട്ടതാണ് കുറ്റം. പാട്ട് പാടാൻ പാടില്ല. അങ്ങനെ സ്നേഹത്തിന് വലിയ പ്രായമൊന്നും ഇല്ലല്ലോ, അത് കാരണം കുഴപ്പമില്ല. അച്ഛൻ പാടിക്കോട്ടെ. അച്ഛൻ ഞാൻ വഴി കൂടെ പോയിട്ട് അതിനെ കണ്ട് പാടാൻ പറ്റുമോ? അമ്മേനെ കണ്ടല്ലേ പാടാൻ പറ്റുള്ളൂ. പാവൻ്റെ അച്ഛൻ്റെ ഒരു കഷ്ടകാലം. അത് കേട്ടില്ല. എന്ത്? അല്ല, ഇനിയിപ്പോ പാട്ട് പാടിയില്ലെങ്കിൽ അമ്മ ചീത്ത പറയുമ്പോഴാണ് അച്ഛൻ പാടിയത്. ആയിരിക്കും. അല്ല, അങ്ങനെയല്ല. അമ്മേനെ കണ്ട് എന്തെങ്കിലും ഒരു വാക്ക് പ്രവൃത്തി പറഞ്ഞില്ലെങ്കിൽ അമ്മക്ക് വിഷമമായിട്ട് നമ്മുടെ മുഖം പാടും എന്ന് വിചാരിച്ചിട്ടാണോ അച്ഛൻ പാട്ട് പാടിയത്? പറയാൻ പറ്റില്ല. പറഞ്ഞില്ലെങ്കിലാണ് അതിശയുള്ളൂ. നീ പറയുന്നറിയാലോ. ഇപ്പൊ എനിക്ക് മാത്രമല്ല, എന്റെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ അറിയാം നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആണോ? അതൊക്കെ അറിയാം. ഇന്നലെ അമ്മ ഒരു മെസ്സേജ് കണ്ടോ? ചേച്ചി നല്ല സുന്ദരിയാണ്, കുമ്പളങ്ങി കണ്ണും മൂക്കും വെച്ച പോലെ നല്ല രസമാണ് കാണാൻ. അല്ല, ഞാനല്ലമ്മ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരാളിട്ടുണ്ടാവുന്നതാണ്. എന്താ അറിയോ എന്ന് വെച്ചാൽ അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും കുമ്പളങ്ങ. അപ്പൊ അതിനല്ലേ പറയാൻ പറ്റില്ല. എന്ത് രസാ ചേച്ചിനെ കാണാൻ. കുമ്പളങ്ങയ്ക്ക് കണ്ണും മൂക്കും വെച്ച് കുമ്പളങ്ങ കമ്മലിട്ട പോലെ നല്ല രസായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. നല്ലതാണ്. ഇപ്പൊ ഞാൻ ഒരാളുടെ പ്രവൃത്തി പറയുകയാണെങ്കിൽ എന്റെ ഇഷ്ടസാധനം വെച്ചിട്ടുണ്ട് ഞാൻ പറയാ. അപ്പൊ അവരവരുടെ ഇഷ്ടമുള്ള ഒരു ഫുഡ് വെച്ചിട്ടാണ് പറഞ്ഞത്. വിരോധിച്ചിട്ടല്ലോ. അമ്മക്ക് ഇഷ്ടമല്ലേ കുമ്പളങ്ങ? കുമ്പളങ്ങ കണ്ണു മൂക്ക് മറിച്ച് എന്താ കുഴപ്പം? കുഴപ്പമുണ്ടായിട്ട് പറഞ്ഞല്ല, അങ്ങനെ ഇഷ്ടം കൊണ്ടൊക്കെ മെസ്സേജ് ഇട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. കണ്ടില്ല അമ്മ? എനിക്ക് ഇത്തിരി സന്തോഷമായി. ആരായി കൽപ്പന? ഞാൻ എന്തിനാ ആ ലോകത്തേക്ക് പോകണം? അല്ല, എനിക്ക് ഈ കൽപ്പന ആരാന്ന് മനസ്സിലായില്ല. എന്താ ഈ കൽപ്പന ലോകം? കൽപ്പനയ്ക്കൊരു ലോകം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു പോകണം? വെളിച്ചെണ്ണ ഒഴിച്ചു, പെരിഞ്ചീരകം ഇട്ടു, ഇടുമല്ലോ. ഇതിനെന്താ ഉള്ളി ചിക്കൻ എന്നാ വിളിക്കുക? ഇതൊരു നാടൻ ചിക്കൻ കറിയാണ്. പക്ഷേ ഞാനത് കുക്കറിൽ വെക്കണമെന്നുള്ളൂ, പെട്ടെന്നാവുകയാണ്. അങ്ങനെ അതൊന്ന് കാണിച്ചെടുക്കണ്ടേ? പെട്ടെന്ന് ഇങ്ങനെ ഒരു കൂട്ടം തട്ടിക്കുട്ടിയൊക്കെ അടുപ്പത്തൊക്കെ വെച്ച് നമ്മൾ അരമണിക്കൂർ കഴിക്കണ്ടേ. അപ്പം അതിനേക്കാൾ പെട്ടെന്നൊരു കറിയായത് ഒറ്റ വിസിൽ മതി, വേഗം പണി കഴിയും. അപ്പോൾ ചിക്കൻ കഴിച്ചൊന്നും ആയി, ഒരുപാട് പണിയായിന്നും ആയില്ല, പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും.
ഇതൊരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞു ഇരുന്നോളൂ. 2 മിനിറ്റ് ഞാൻ ഇരിക്കാറില്ല. അതവിടെ ഇരിക്കട്ടെ അല്ലേ? അത് 2 മിനിറ്റ് ഇരിക്കാം. ഇരുന്നോട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. കാര്യമല്ലല്ലോ, മിക്കവാറും കഥയായിരിക്കുമല്ലോ. കാര്യം പറയണ്ട, വന്ന കാര്യം പറയുള്ളൂ. കാര്യമില്ല, ഒരു കഥേനെ. എന്തിനെ കുറിച്ചാണെന്നറിയോ? എന്തിനെ കുറിച്ചമ്മ? മത്തങ്ങനെ കുറിച്ചോ? നിനക്കും കൂടി കേൾക്കാൻ വേണ്ടിട്ടാണ്. എനിക്കെന്തിനാ കേൾക്കണത്? എന്താറിയോ? അല്ല, ഞാൻ കേൾക്കുമല്ലോ. ദേഷ്യം. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എനിക്കില്ലേ ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്തോരം ദേഷ്യം പറഞ്ഞത് അവിടെ കേട്ടപ്പല്ലേ എനിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ മുഖത്തൊന്നും കൈയെടുക്കാൻ തോന്നിയില്ല. അങ്ങനെയുള്ള ദേഷ്യം വന്നു. ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല എന്നൊക്കെ പലരും പറയും. ഇതിപ്പോ 5 വയസ്സായ കുട്ടി എനിക്ക് ലാലിപ്പാപ്പ് തന്നില്ല എന്ന് പറയും പോലെ ഉണ്ട്. ഇങ്ങനെയാണോ ദേഷ്യപ്പെടുക? അല്ല, അഭിനയിക്കുമ്പോ നമുക്കൊന്ന് പേടിയാവണ്ടേ? എനിക്ക് അങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റില്ല. മനസ്സിലായി? നമുക്ക് പേടിയാവണ രീതിയിൽ വേണ്ട കാണിച്ചു തരാൻ. ഇതെങ്ങനെ? എനിക്ക് ദേഷ്യം വന്നു, ഇടിക്കാൻ തോന്നി. അമ്മ ആരെ LKG പഠിക്കുന്ന കുട്ടിയോ? ഇങ്ങനെ ആരെങ്കിലും ദേഷ്യപ്പെടുവോ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ടു അപ്പൊ തന്നെ എൻ്റെ കയ്യിലുള്ളത് എന്തെങ്കിലും അവർക്ക് കൊടുത്തിട്ട് ഞാൻ പോകും. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടണം കേട്ടോ. അല്ല, ഇങ്ങനെ ഓമനത്തായിട്ട് ആരെങ്കിലും ദേഷ്യപ്പെടും? ഇതിന് ദേഷ്യപ്പെടുക എന്നല്ല പറയാ, കൊഞ്ചിയ. ഇതിനെ കൊഞ്ചിയ എന്നാ പറയാ, ദേഷ്യപ്പെടുക എന്നല്ല. അമ്മക്ക് അപ്പൊ അതിനെ കുറിച്ചാണ് ഞാനൊരു കഥ പറയുന്നത്. അതിനെ കുറിച്ചൊരു കഥയുണ്ടോ? ഈ ദേഷ്യപ്പെടുന്നതിനെ പറ്റിയൊക്കെ ഒരു കഥയുണ്ടോ? നമ്മളൊക്കെ അടച്ചു വെച്ച് അല്ല, അത് ഒരു പ്രാവശ്യം കൂടി പറയാം. നേരത്തെ പറഞ്ഞത് എനിക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് ഒരു അറ്റ കുത്തു. അത് എങ്ങനെ ഇതൊക്കെ സാധിക്കണം? ഈ പച്ചമുളക് ഇട്ടു. ഇതൊക്കെ 70s നായകന്മാര് പറയണ ഒരു അതൊക്കെ അവരവരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണോ, നിങ്ങളുടെ 50 കിലോ ഉണ്ടെങ്കിൽ നാളികരക്കൊത്ത് അതിനനുസരിച്ച് ഇടുക. നിങ്ങളുടെ 70 കിലോ ആണെങ്കിൽ അതിനനുസരിച്ച് തക്കാളി. നിങ്ങൾ 20 കിലോ ആണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി അല്ലേ? അതല്ല ഉദ്ദേശിച്ചമ്മ? ചിക്കൻ്റെ ക്വാണ്ടിറ്റി അങ്ങനെ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ടോളൂ പറഞ്ഞ അങ്ങനെയാണ് അമ്മ പറഞ്ഞു. അതൊക്കെ അവനവന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ടോളൂ. അതായത് ചിക്കനൊക്കെ മേടിക്കില്ലേ, അവര് കുറച്ച് കൂടുതലായിരിക്കും. നമ്മളിപ്പോ ഇത്ര പേരല്ലേ ഉള്ളൂ, ഇത് അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അധികം ആൾക്കാരുള്ള വീട്ടിലേക്കൊക്കെയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ആണ്. ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്. പണ്ടൊരു കാലത്ത് അമ്മ നോൺ വെജ് തന്നെ ആയിരുന്നു കൂടുതൽ കൂട്ടേണ്ടത്. ഇപ്പൊ ഒരു കാലം വന്നപ്പോൾ അമ്മ നോൺ വെജ് പേരിനൊന്ന് കൂട്ടിയെന്ന് വരുത്തിന് മാത്രമേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ ഫിഷ് മാത്രമേ കൂട്ടുള്ളൂ. ഈ കാര്യത്തിനോട് താല്പര്യമില്ല. എന്താ അങ്ങനെ ആവാൻ കാരണം? അച്ഛൻ പണ്ടേ അങ്ങനെയായിരുന്നു. അമ്മ അമ്മ അങ്ങനെ ആവാൻ എന്താ അപ്പൊ അമ്മയുടെ വീട്ടുകാരൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ആര് ഈ ചേച്ചിയോ നിർത്തിയോ? അതിന്റെ എല്ലും കൂടി ചപ്പിയിട്ട് ലൈലാണ്ട് ലോറി കയറിയ പോലെ ആക്കി വെക്കുന്ന ഈ ചേച്ചി നോൺ വെജ് നിർത്തിയോ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. അല്ല, പണ്ട് അമ്മ അമ്മ ഈ കോഴിയുടെ എല്ലൊക്കെ ചപ്പിയിട്ട് അവസാനം ഒരു നിങ്ങളുടെ വീട്ടിലുള്ള പട്ടിക്ക് എന്നിട്ട് കൊടുക്കുന്നുണ്ടാവില്ല അമ്മ. ഒരു തുള്ളി വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇത് തന്നെ വെള്ളത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ മസാലയൊക്കെ എന്നിട്ട് അവസാനം ആ പട്ടി അമ്മനെ കടിക്കാൻ വന്നു. എന്നിട്ട് കടിക്കാൻ വന്നപ്പോൾ ലാസ്റ്റ് അമ്മാവ പറഞ്ഞു, എങ്ങനെ കടിക്കാണ്ടിരിക്കുക, എല്ലാവരും എല്ല് കൊണ്ടുപോയിടുമ്പോൾ അതിൽ എന്തെങ്കിലും തിന്നാണ്ടാവും. അമ്പുജം കൊണ്ടുപോയി ഇടുന്ന എല്ലും കൂടി താഴെണ്ടാവും. പിന്നെ പട്ടി കടിക്കാൻ പറ്റില്ലേ? അമ്മേനെ കണ്ട ഓടിച്ച് കടിക്കാൻ തുടങ്ങി പട്ടി. ഇതിലിപ്പോ എല്ലാം ഇട്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ നമുക്ക് ഇത് ഇന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ എല്ലാം കൂടി ചപ്പിയിട്ട് അവസാനം ഈ കരിമ്പില്ലേ, ഈ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടില്ലേ? അവർ കരിമ്പ് ഇങ്ങനെ അടിച്ച് ചണ്ടിയാക്കിയിട്ട് കൊണ്ടുപോയി കളഞ്ഞാൽ അതിന് ഒന്നിനും തിന്നാൻ ബാക്കി ഉണ്ടാവില്ലല്ലോ. അതുപോലെ എല്ലിനെ ചമച്ച് അവസാനം എന്തോ ഒരു സാധനം എടുത്തിട്ട് എല്ലിനെ പടപടന്ന് അടിച്ച് പൊട്ടിക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉറിഞ്ഞിട്ട് നല്ലിയ പല്ലിയ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നിട്ട് അത് നിങ്ങളുടെ വീട്ടിലെ പട്ടിക കൊണ്ടുപോയിട്ട് അതിന് എന്തെങ്കിലും തിന്നാണ്ടാവോ? അപ്പൊ അതൊരു ദിവസം ഓടിച്ചിട്ട് കടിക്കാൻ വന്നോ മേനെ? അതായിരിക്ക. ഇതെല്ലാം ചപ്പി തിന്നതിന് ശേഷം ആ പട്ടിക്ക് ഇട്ട് കൊടുത്താ അതിന് ദേഷ്യം വരില്ലേ? അമ്മക്ക് ഇഷ്ടാണ്. അതൊക്കെ ഇഷ്ടമായ സ്ഥിതിക്ക് എന്നിട്ട് ആ വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് അത് കൊണ്ടുപോയി കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പട്ടിക്ക് വല്ലതും തിന്നാണ്ടാവും പറയും. അതുകൊണ്ടല്ലേ ആ പട്ടി പണ്ട് അമ്മേനെ കടിക്കാൻ വന്നു. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് ഇപ്പൊ മത്തങ്ങ, കുമ്പളങ്ങ, പയറ് ഇങ്ങനെയൊക്കെ ആയി മാറിയത്. അല്ല, അന്ന് മട്ടണത്തിന്
അന്നത്തിരി നന്നായിട്ട് തന്നെ കഴിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ വേണ്ടാണ്ടായി. ഇതെന്താ സൗന്ദര്യ സംരക്ഷണത്തിന് വല്ല പുതിയ വല്ല കണ്ടുപിടുത്താണോ വെജിറ്റേറിയൻ കൂടെ ഇങ്ങനെ നന്നാവാണ്? പിന്നെ അങ്ങനെ തന്നെ കുറച്ച് പ്രായക്കാർക്ക് ആർക്ക് അപ്പൊ എല്ലാവർക്കും പ്രായമായത് ആർക്ക് അത് പറയണം ആദ്യം. പിന്നെ ഈ നോൺ വെജ് കഴിക്കുന്നവരൊക്കെ പച്ചക്കറിയിലേക്ക് മാറും മിക്ക ആൾക്കാരും. അതൊക്കെ ശരിയാണ് അമ്മ, പ്രായമായ ആൾക്കാരുടെ കാര്യമല്ലേ അമ്മ പറയണത്. ഇവിടെ ആർക്കാ പ്രായമായിരിക്കണത്? എനിക്ക് എപ്പോ വേണ്ടാത്ത പറയരുത്. അച്ഛന് നിങ്ങൾക്ക് പ്രായമാണ് 16 വയസ്സാണ്. അതുകൊട്ടെ അത് ഇത്ര ഓവറാണ്. കഥ പറയട്ടെ. പറയും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കഥ പറയണം. ഒരു നാട്ടില് ഒരു അമ്പലം, ആ അമ്പലത്തിലേക്ക് തൊഴുകാൻ വരികയാണ് ആര്? ഒരു കുടുംബം, അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ഒരു കുടുംബം വരും. അപ്പൊ ആ അമ്പലത്തില് ഒരു സന്യാസി ഉണ്ട്. അങ്ങനെ ഇയാൾ എന്താ ഇല്ലാത്ത നോക്കരുത് ഞാനാ, അയാളുണ്ട്. സന്യാസി ഇല്ലേ, അങ്ങോട്ട് എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെ വന്ന് ഒരു 10 ദിവസം അവിടെ തങ്ങും. എന്നിട്ട് വേറെ അമ്പലങ്ങളിലേക്ക് അങ്ങനെ ഒരു തീർത്ഥാടനം പോലെ നടക്കുന്ന ആളാണ് സന്യാസി. ജീവിതകാലം മുഴുവൻ തീർത്ഥാടനം ചെയ്യുന്ന ആള്, ഒരു അമ്പലം കഴിഞ്ഞ ഒരു അമ്പലം അങ്ങനെ. അപ്പൊ ഈ അമ്പലത്തിന്റെ മുമ്പിൽ ഒരു ആൽത്തറയുണ്ട്. അത് ഉണ്ടാവുമല്ലോ എല്ലാ അമ്പലത്തിലും. തൊഴുത് ആള് വന്നിട്ട് ആ ആൽത്തറയിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അന്ന് അവിടെ തൊഴുതുകൊണ്ട് അയാള് ആ സന്യാസി ഉണ്ട്. ആ സമയത്ത് ഈ കുടുംബം അവിടെ ചെന്നു. ആ കുടുംബം അവിടെ ചെന്നിട്ട് അമ്പലത്തിൽ തൊഴുകാൻ കയറിയപ്പോ അങ്ങേരുടെ ഈ ആ ഒരു ആളില്ലേ, ആ കുടുംബത്തിലെ മകൻ, അതായത് അച്ഛനും അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അപ്പൊ ആ കുടുംബത്തിലെ ആ മകൻ ഭാര്യ എന്തോ ഒന്ന് പറഞ്ഞു എന്നോട്, ഭർത്താവിനോട്. അപ്പൊ അമ്പലത്തിൽ പോകുമ്പോ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഞാൻ നിന്റെ അച്ഛനോട് പറയില്ലേ, അതുപോലെ എന്തോ പറഞ്ഞു. അവരോടൊരു ഒറ്റ ചാട്ടം അവരെ ചീത്ത പറഞ്ഞു. അപ്പൊ അങ്ങേരുടെ അമ്മ വന്നിട്ട് അമ്മ എന്തോ പറഞ്ഞു, നീ എന്തിനാ അവിടെ പറഞ്ഞു ഇങ്ങനെയാണെന്ന് എന്തോ ഒരു കാര്യം, അതെന്തോ ഒരു കാര്യമാണ് പറഞ്ഞു. അപ്പൊ അമ്മേനെ ചളി പിടിച്ച പോലെ സംസാരിച്ചു. ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ കുറുകുറു പറഞ്ഞു, ദേഷ്യപ്പെട്ട് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കില്ലേ, അതുപോലെ സംസാരിച്ചു. അപ്പൊ ഇതൊക്കെ ഈ സന്യാസി ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. സന്യാസി എന്ത് ചെയ്തു, പുറത്തു പോയിട്ട് ആൾക്കാരിൽ ഇരുന്നു. ഈ സന്യാസി അവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്യാന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കാണുമ്പോ ഏത് കണ്ണുപൊട്ടന്മാരൊന്നുമല്ല, ആരും ശ്രദ്ധിച്ചു പോകും. അമ്പലത്തിൽ പോയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റേ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കില്ലേ? ശ്രദ്ധിക്കും. അതിനെന്താ തെറ്റില്ല, കറക്റ്റ് ആണ്. അങ്ങനെയല്ല, ഈ ഓരോ ആൾക്കാരും ഇങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ആൾക്കാരിലിരിക്കുന്ന അത്ര നല്ല സ്വഭാവമല്ലല്ലോ. പക്ഷെ ഈ കാര്യത്തിലാണ് ശ്രദ്ധിച്ചത്, അതൊക്കെ. ഈ കാര്യം ഒരാളവിടെ വെറുതെ ഒരാളെ ശ്രദ്ധിച്ചല്ലോ, ഇതിങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോ ആരാണെങ്കിലും ശ്രദ്ധിച്ചു പോകും. ഇപ്പൊ നമ്മുടെ സ്ഥലത്ത് പോകുമ്പോ ഒരു കുടുംബം വന്നിട്ട് അവിടെ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന് വെക്കി, നമ്മുടെ അങ്ങനെ ശ്രദ്ധിക്കില്ലേ? എന്താണത് കൊണ്ടൊന്നും ശ്രദ്ധിക്കാണ്ടിരിക്കോ? അതിനെന്താണ് തെറ്റ്? അതിന് തെറ്റില്ല, ആര് പറഞ്ഞു തെറ്റാണെന്ന്? അതന്നെയാണ് അങ്ങോട്ട് ചെയ്തത്. ശരി, ശ്രദ്ധിച്ചു. അപ്പൊ അങ്ങനെ അയാൾ ആ സന്യാസി ആൾക്കാരെല്ലാം എടുത്തു. ഇവര് പോയിട്ട് തൊഴുത് ഒരു പുറത്തേക്ക് ഇറങ്ങി ഈ ആൾക്കാരുടെ സൈഡിൽ കൂടെ പോകുമ്പോ സന്യാസി പറഞ്ഞു, ഒന്ന് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ ആ യുവാവ് അവിടെ നിന്നു. എന്തെങ്കിലും തന്നിട്ട് പറഞ്ഞു, ഈ ആളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് എന്ന് പറയും. ഇത് ഓഫ് ചെയ്യാം കേട്ടോ, ഇതിന് ആയിട്ടുണ്ടാവും. സന്യാസി പറയും ഭാവി പറഞ്ഞുതരാം, വരുമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അല്ല, വിളിച്ചു. അപ്പൊ എന്തോ ഒരു സന്യാസിയല്ലേ, അവരെന്തെങ്കിലും പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും പറഞ്ഞിട്ട് ആ യുവാവ് അവിടെ നിന്നപ്പോ ഇങ്ങോട്ട് ചോദിച്ചു, അല്ല, അമ്പലം എന്ന് പറയുന്നത് ഒരു പവിത്രമായ സ്ഥലമാണ്. നമ്മുടെ എല്ലാം ഇറക്കി വെച്ച് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു പവിത്രമായ ദൈവത്തിന്റെ സന്നിധിയാണ് അല്ലേ? അതെ. അപ്പൊ താങ്കൾ എന്തിനാണ് വന്നത്? ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്തത്? നിങ്ങളുടെ ഭാര്യ എന്തോ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതിന് സൗമ്യമായിട്ട് മറുപടി പറയാം. നിങ്ങൾ ചാടിക്കളിച്ച് ദേഷ്യപ്പെട്ടു. അപ്പൊ നിങ്ങളുടെ മാതാവ് അവിടെ വന്നിട്ട് എന്തോ ചോദിച്ചപ്പോൾ മാതാവിനോട് പോലും നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിച്ചു. അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിന് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല, അതും ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ വെറുതെ ഒരു നിസ്സാര കാര്യത്തിന് അവരോട് ദേഷ്യപ്പെട്ടല്ലോ. ഇതൊരു ദൈവസന്നിധിയിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പാടുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഈ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കാൻ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് സംഭവിക്കൂ? ഇങ്ങനെയാണോ ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്ന് പറയും. അപ്പോൾ അയ്യോ സ്വാമി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ആരെങ്കിലും ഒന്ന് മിണ്ടിയാൽ മതി, എനിക്ക് അപ്പം ദേഷ്യം വന്നിട്ട് ഞാൻ അവരോട് ഇനി എന്തൊക്കെ പറയാനില്ല, അങ്ങനെയൊക്കെ പറയുന്നു. അതുകൊണ്ട് ആളുകൾക്കൊക്കെ എന്നെ പേടിയാണ്, ആരും എന്നോട് മിണ്ടില്ല, എന്നെ പേടിയുള്ള ആളുകൾക്ക് അങ്ങോട്ടൊരു ഭയങ്കര എന്തോ ഒരു
കിരീടമാണ് അയാൾക്ക് കിട്ടിയത്, ആ ദേഷ്യം എന്നുള്ള രീതിയിൽ ഞാനൊരു സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ എന്തോ ഒരു സംഭവമാണ്, എനിക്ക് ദേഷ്യം വന്നാൽ എൻ്റെ മുമ്പിൽ ആരും പിടിച്ചു നിൽക്കില്ല എന്നുള്ള രീതിയിൽ അയാൾ മറുപടി പറഞ്ഞു. അത് ശരി, അത്രയ്ക്ക് ദേഷ്യക്കാരനാ? ആ അതെ, ആ ശരി, അതൊക്കെ ആയിക്കോട്ടെ. എൻ്റെ കൂടെ കുറച്ച് ദൂരം നടക്കുമോ? ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്, കുറച്ച് ദൂരം എൻ്റെ കൂടെ നടക്കുക, അവരൊക്കെ വീട്ടിലേക്ക് പോകാൻ പറയുന്നത്. അപ്പോൾ അവർ വീട്ടുകാരോട് പറയും, ഞാൻ മെല്ലെ വരാം, നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഈ സന്യാസിയുടെ കൂടെ കുറച്ച് ദൂരം നടക്കും. കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു ഓരോരോ സംസാരമൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുതിരപ്പുറത്തൊരാൾ വരുന്നു. ആൾ വന്നിട്ട് ഇങ്ങോരുടെ മേലെ തട്ടു. ഈ ആരുടെ മേലെ? സന്യാസികളല്ല, ഒപ്പം നടന്ന ഈ യുവാവിന്റെ ദേശക്കാരന്റെ മുകളിൽ തട്ടു. തട്ടിയപ്പോൾ ഇയാൾ വീണപ്പോൾ ഇയാൾ വേഗം ദേഷ്യം ഭയങ്കര ദേഷ്യം വന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയതും അയാളുടെ ദേഷ്യമൊക്കെ പോയി. കാരണം എന്താ അറിയോ, ആ നാട്ടിലെ സേനാപതിയാണത്. അപ്പോൾ ഇയാൾ വേഗം തൊഴുതിട്ട് ഇങ്ങനെ മാറി നിൽക്കും. അയാളാണെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട് അയാളങ്ങോട്ട് പോകും. ഇയാൾ തൊഴുതു, ഈ ഇത് തട്ടിയിട്ട് വീണു. പരിക്ക് പറ്റിയിട്ട് പോലും ഇയാള് വേഗം ഇങ്ങനെ നോക്കി ദേഷ്യം വന്ന ആളാ ദേഷ്യമൊക്കെ ഇറങ്ങി പോയിട്ട് തൊഴുതിട്ട് അയാളാണെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം എത്തിയപ്പോൾ ഒരു കുതിര വണ്ടിയിൽ കുറച്ച് ആൾക്കാർ 3-4 പേര് വരുന്നു. അപ്പം അതിൽ ഒരാൾ ചോദിക്കും, ഡോ ഇങ്ങോട്ട് വാ എന്ന് പറയും. അപ്പോൾ അടുത്തു പോകും. വളരെ ഭവ്യതയോടെ നോക്കിയതും വളരെ ഭവ്യതയോടെ നിൽക്കും. എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഒരാളുടെ അഡ്രസ്സ് ചോദിക്കുകയാണ്, ഇന്നയാളുടെ വീട് എവിടെയാണ്. അപ്പോൾ ഇയാൾക്ക് അത് സത്യത്തിൽ അറിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നീ ഈ നാട്ടിൽ താമസിക്കണമെന്നല്ലേ, ഈ നാട്ടിലെ ആളല്ലേ, എന്നിട്ട് ഇന്നൊരാളുടെ അഡ്രസ്സ് പറഞ്ഞു തരാൻ നിനക്കറിയില്ല, നീയൊക്കെ എവിടത്താണാടാ പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോകും. അപ്പോഴും ഇയാൾ ഭയങ്കര ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ കുറച്ച് ദൂരം അങ്ങനെ നടന്നപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ സ്വാമീജി ചോദിച്ചു, അല്ല ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യം വരാണ്ടിരുന്നത്? ആദ്യത്തെ ആൾ തെറ്റാണ് ചെയ്തത്. ആ കയറി വണ്ടി കൊണ്ടുവന്ന് നിൻ്റെ മേലെ തട്ടി നീ അവിടെ വീണു, അയാൾ തെറ്റ് ചെയ്തില്ലേ? അപ്പോൾ അയാൾ അയ്യോ എന്തെങ്കിലും പറ്റിയോ എന്നാണ് അയാൾ ചോദിക്കേണ്ടത്. അപ്പോൾ അയാൾ ഒന്നും ചോദിക്കാണ്ട് വളരെ ഗൗരവത്തിൽ പോകുമ്പോൾ നീ പോയി കൈ തൊഴുതിട്ട് മാറി നിന്നു. അതെന്തുകൊണ്ടാണ് നീ ചെയ്തത്? അപ്പോൾ അയ്യോ അയാൾ ഈ രാജ്യത്തിൻ്റെ സേനാപതിയല്ലേ, അയാളുടെ മുമ്പിലൊക്കെ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ അയാളുടെ മുമ്പിൽ? അപ്പം ഞാൻ ദേഷ്യപ്പെട്ടില്ല എന്ന് പറയും. ഓ ശരി. അപ്പോൾ ഈ രണ്ടാമത് ഈ കുതിരവണ്ടിയിൽ വന്ന ആൾ നിന്നോട് ഇങ്ങനെ അഡ്രസ്സ് ചോദിച്ചിട്ട് നിനക്കറിയില്ല ആ അഡ്രസ്സ്, അപ്പം നീ അത് പറഞ്ഞില്ല. അപ്പം അങ്ങോരോ നിൻ്റെ അടുത്ത് നീ എന്തൊരു മനുഷ്യനാ, വിട്ടി മാറി നിൽക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്നോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടു. വളരെ എന്താ പറയാ ഹീനമായിട്ട് നിന്നോട് പറഞ്ഞില്ലേ, എന്നിട്ട് പോലും നിനക്ക് ദേഷ്യം വന്നില്ലല്ലോ, അതെന്താന്ന് ചോദിച്ചു. സ്വാമി അതറിയില്ലേ, അടുത്ത ഗ്രാമത്തിലെ വജ്രവ്യാപാരിയാണ് അയാൾ ഈ രാജാവിൻ്റെ ആത്മമിത്രം കൂടിയാണ്. അങ്ങനത്തെ ആളോടൊക്കെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റണോ? അപ്പോൾ അത് ശരി അങ്ങനെയാണല്ലേ. അപ്പോൾ നമുക്ക് ദേഷ്യം എന്ന് പറയുന്നത് നിൻ്റെ ഒരു മനസ്സിലെ ഒരു ഇതാണ്. എന്ത്, ആരോട് ദേഷ്യപ്പെടണോ ആരോട് ദേഷ്യപ്പെടാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് നിന്നെക്കാളും അധികാരത്തിലും ആരോഗ്യത്തിലും ബലത്തിലും ഉള്ളവരടുത്ത് നീ ദേഷ്യപ്പെടില്ല. പണം കൊണ്ടും പത്രാസ് കൊണ്ടും എല്ലാം നിന്നെക്കാളും മുന്തിയ ഒരാളുടെ അടുത്ത് നീ ഒരിക്കലും ദേഷ്യപ്പെടില്ല. നിന്റെ അച്ഛനും അമ്മയോട് ദേഷ്യപ്പെടും, നിന്റെ ഭാര്യയോട് ദേഷ്യപ്പെടും, ഭാര്യ മക്കള് അല്ലെങ്കിൽ ഒരു നിന്നെക്കാളും വളരെ താന്നുള്ള ഒരാൾക്കാർ ആരെങ്കിലും കണ്ടാൽ നീ അവരോടൊക്കെ ദേഷ്യപ്പെടും. തിരിച്ച് പ്രതികരിക്കില്ല എന്ന് തോന്നുന്ന ആൾക്കാരോടൊക്കെ ദേഷ്യപ്പെടും. എന്നിട്ട് നീ സ്വയം പറയും ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. എന്നാൽ നിന്നെക്കാട്ടിലും മികച്ചവരും സാമ്പത്തികമായിട്ടും ആരോഗ്യമുള്ള ആൾക്കാരെ കാണുമ്പോൾ നീ തൊഴുത് നമസ്കരിച്ച് പോവും. അപ്പം നിന്റെ ഉള്ളിൽ എവിടെയാണ് ദേഷ്യം? അപ്പം ദേഷ്യം എന്ന് പറയണത് നിന്റെ ഉള്ളിലുള്ള വെറുപ്പാണ്. കാരണം നിന്നെക്കാട്ടിലും ഒന്ന് താന്നവരെ, അത് ആരോഗ്യം കൊണ്ടായാലും സാമ്പത്തികമായിട്ടായാലും ഒന്ന് താന്നവരെ കാണുമ്പോൾ നിന്റെ ഉള്ളിൽ അവരോടുള്ള വെറുപ്പാണ് നിന്റെ ഉള്ളിൽ ദേഷ്യമായിട്ട് വരുന്നത്. കാരണം നീ എന്നെ ബുദ്ധി പറയാൻ ആരാണ്, നീ എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ്, നീ എൻ്റെ അത്ര പോകുന്നില്ല എന്നുള്ള അഹം, അതാണ് നിന്റെ ഉള്ളിലെ ദേഷ്യം. അപ്പോൾ ഈ ദേഷ്യം എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ രാജാക്കന്മാരുടെ കാലത്ത് ആവാതിരിക്കട്ടെ, ഇപ്പം ആയിക്കോട്ടെ, എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണ്, ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്ന് ചോദിക്കുകയാണ് പറഞ്ഞാൽ സാറേന്ന് വിളിച്ചിട്ടല്ലേ സംസാരിക്കുള്ളൂ. പോലീസുകാരൻ മര്യാദയില്ലാണ്ട് ചിലപ്പോൾ വിളിച്ചൊന്ന് വരും, ഇങ്ങോട്ട് വാടോ
ഈ അഡ്രസ്സ് അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇല്ല സാർ അറിയില്ല, അവരുടെ മുണ്ടൊക്കെ ഊരിയിട്ട് ഒരു മര്യാദയ്ക്ക് ഇങ്ങനെ നിൽക്കില്ലേ. അപ്പോൾ ഈ ദേശക്കാരൻ്റെ ദേഷ്യം എവിടെ പോയി? അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് സത്യമായിട്ടും പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വിലക്കുറവ് അല്ലെങ്കിൽ ഒരു വെറുപ്പ്, അതിന് ദേഷ്യം എന്നുള്ള ഭാവം കൊടുക്കുകയാണ്. ഒരു 70% ആൾക്കാരും ഇങ്ങനെയാണ്. പിന്നെ ചിലരുണ്ട് ആരോടും ദേഷ്യപ്പെടും, കിട്ടുന്നത് മേടിച്ചിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മിക്കവാറുള്ള ആൾക്കാർ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഞാൻ ഇത്രേ മിണ്ടുള്ളൂ, ഞാൻ ഇത്രേ സംസാരിക്കുള്ളൂ എന്ന് പറയണത് അത് അവരുടെ ഒരു എന്താ പറയുക, നീ എൻ്റെ മുമ്പത്ത് നിനക്ക് എന്തോ ഒരു കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെക്കാളും മികച്ചവനാണ്, അപ്പം ഞാൻ പറയും നീ കേൾക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണ്. അത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഭാര്യ ഭർത്താവ് ബന്ധത്തിലും ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഒരു പാവം ഭാര്യയാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവ് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടുന്നത് എന്നാണോ തിരിച്ച് ഭാര്യ ദേഷ്യപ്പെടുന്നത് ആ നിമിഷം അവിടെ അങ്ങോട്ട് നിൽക്കും. പിന്നെ ആ ദേഷ്യപ്പെടൽ ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തട്ടുമ്പോഴാണ് യുദ്ധം ഉണ്ടാവുക. അപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് അവസാനിക്കും. അതന്നെ എന്നും വന്നിട്ട് ചീത്ത പറയുകയാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചീത്ത പറയുമ്പോൾ ഭാര്യ ഇങ്ങനെ മൗനമായിട്ട് കേട്ടിട്ട് മുണ്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ അയാൾ ആ സ്വഭാവം കൊണ്ട് നടന്നുകൊണ്ടേ ഉണ്ടാവും. അത് ഭർത്താവിനെ മാത്രമല്ല ഭാര്യയും പറയാം. കുറച്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യമാരും അങ്ങനെ തന്നെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഭർത്താവിനും ചീത്ത പറയുണ്ടാവും. പോയിന്റ് ടു ബി നോട്ടഡ്. അങ്ങനെയുള്ള ഭാര്യമാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ മാത്രം പറയാൻ പാടില്ല. അപ്പോൾ ആരായാലും അതിനെ വളം കൊടുക്കും തോറും അത് ചെടി വരെയായി ഒരു മരമായി മാറാത്തൊരു ദേഷ്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാവരോടും ദേഷ്യം അല്ലേ? അപ്പൊ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാ, അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്നതൊക്കെ പിന്നെ ദേഷ്യം എന്ന് പറയുന്നത് മനുഷ്യന് വരും. പക്ഷെ ഇത് അങ്ങനെയല്ല, ദേഷ്യം വരും. ആളെ മാറ്റി നിർത്തി ദേഷ്യപ്പെടാൻ. യഥാർത്ഥ ദേഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുമോ അങ്ങനെ തന്നെ പോകും. മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ സ്വഭാവത്തിനൊരു ദേഷ്യമാക്കി മാറ്റുക. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ദേഷ്യം എന്നുള്ളൊരു ലേബൽ കൊടുത്ത് നടക്കുന്ന കുറച്ച് ചില ആൾക്കാരുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗൗരവം മുഖത്ത്, ആരെന്ത് ചോദിച്ചാലും ഒന്ന് ടഫായിട്ട് സംസാരിക്കുള്ളൂ. അതാണ് ഈ നമ്മൾ പറയണത് എന്താ കാട്ടിക്കൂട്ടുന്ന ദേഷ്യം. അവരുടെ സ്വഭാവം അവരങ്ങനെ മാറ്റിയെടുക്കുകയാണ്. ഞാനൊരു ദേഷ്യക്കാരനാണ്. അപ്പോൾ അവരുടെ ചിന്ത എന്താ പറഞ്ഞാൽ, ഞാൻ ഒരുപാട് ദേഷ്യം ഇങ്ങനെ കാണിച്ച് നടക്കുമ്പോൾ എനിക്കെന്തോ ഒരു വിലയുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടൊന്നും മിണ്ടാനും കൂടെ ആർക്കും തോന്നാറില്ല. കാരണം അത് മിണ്ടിയ തിരിച്ചു വരുന്ന സംസാരം ശരിയായിരിക്കില്ല എന്ന് തോന്നിട്ട് അവർ ഒഴിവാക്കി കളയും. പക്ഷെ അവരുടെ വിചാരം എന്താ അറിയോ, എനിക്കെന്തോ വലിയൊരു പ്രശസ്തി കിട്ടിയ പോലെ എന്നെ കണ്ട ആൾക്കാർക്ക് പേടിയാണ്. പേടിയല്ല, അത് ആൾക്കാർ നിങ്ങളോട് കാണിക്കുന്ന വെറുപ്പാണ്. ദേഷ്യക്കാരനുള്ള എന്താ പറയുക, ഒരു ആവരണം അവരോട് വരുത്തി തീർക്കും. അതന്നെ. അപ്പൊ എന്താ പറയുക, ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആരെന്ത് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. പിന്നെ ആ ദേഷ്യം അത്ര പെട്ടെന്ന് തന്നെ പോയിട്ട് അയ്യോ ഞാൻ ദേഷ്യപ്പെട്ടില്ലേ സോറി എന്ന് അങ്ങനെ പറയുന്ന ദേഷ്യമുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. വലിയ വലിയ ആൾക്കാർ, ഇവരെക്കാളും ഉയർന്നവര്, ഇപ്പൊ നല്ലൊരു കാര്യം തന്നെ നമ്മൾ പറയായിരിക്കും, പൈസക്കാര്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അവരോട് ദേഷ്യപ്പെടാണ്ട് സാധാരണക്കാര് അല്ലെങ്കിൽ വീട്ടിലുള്ള ഭാര്യ മക്കളോ അച്ഛനോ അമ്മയോ അവരോട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ്. അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും കുറച്ച് ഇവരെക്കാളും കുറച്ച് താന്നതിനുള്ളവരടുത്ത് പോയിട്ട് ദേഷ്യപ്പെടുക, അതല്ല. അല്ലെങ്കിൽ നല്ലൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിലും അപ്പോൾ അത് ശരിയായിരിക്കാം, അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ കാര്യത്തെ തിരസ്കരിക്കുന്ന പോലത്തെ ദേഷ്യം അവരൊക്കെയാണ് പറയണത്. അതൊക്കെ ഒരു ദേഷ്യം എന്നുള്ളൊരു അമ്മ പറഞ്ഞ പോലെ അവർക്ക് തന്നെ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു പുതിയൊരു രൂപമാണ് അവരുടെ. അല്ലേ? ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? 10 മിനിറ്റിൽ ചിക്കൻ കറി വെച്ചൂടെ നിങ്ങൾക്ക്? കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത് ഈ മുളകും മല്ലിയൊക്കെ നമ്മള് പൊടിയിടാണ്ട് മുഴുവൻ ഇതിനൊരു മണല്ലേ, നല്ല മണം. എന്താ പറഞ്ഞാൽ നമ്മള് മുളകും മല്ലിയൊക്കെ വറുക്കുക, അതിന്റെ കൂടെ കുരുമുളകും ഒക്കെ ഇട്ടിട്ട് വറുത്ത് അതും കൂടെ പൊടിച്ച് നാടൻ മസാല, അതിന് പട്ട ഗ്രാമ്പു ഏലക്ക ഇങ്ങനെയുള്ള ഒന്നും ഇടാണ്ട് ഗരം മസാല ഇടാണ്ട് തക്കാളി ഞാൻ ഇട്ടതാണ്. എൻ്റെ അമ്മയൊക്കെ ഇതിന് തക്കാളി ഇടാറില്ല. പക്ഷെ നമുക്ക് ഏതിലും കുറച്ച് തക്കാളി വേണം. ഞാൻ വിചാരിച്ചു എന്താ അമ്മയുടെ പേര് വരാണ്ട്. അപ്പൊ അമ്മ അങ്ങനെ മസാല അരച്ചിട്ടാണ്, കുക്കറിലല്ല വെക്കുക, ചട്ടിയിലാണ് വിറകടുപ്പിലൊക്കെ വെക്കും. നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മളിപ്പോൾ എളുപ്പത്തിന് ഇപ്പോൾ വേവണ വരെ നമുക്കിങ്ങനെ കുറേ സമയമാവില്ലേ. അപ്പൊ കുക്കറിൽ എളുപ്പത്തിൽ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും കുറച്ച് കുക്കറിലല്ലേ, ഉടയൊന്നുമില്ല. കണ്ടോ, കഷ്ണം ഉടയെന്നൊക്കെ പറയില്ലേ കുക്കറിൽ വെച്ചാൽ. പക്ഷെ ഒന്നും ആവില്ല. അത് നമ്മൾ ഒറ്റ വിസിലിന് ഇറക്കി കഴിഞ്ഞാൽ ആ കുക്കർ കറക്റ്റായിട്ട്. അപ്പൊ ഈ കഥ അവസാനിക്കുമ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അമ്മ ഇപ്പൊ ഈ കഥ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അമ്മ ഈ ദേഷ്യം ഉണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കൂ, അതിനൊന്ന് നിയന്ത്രിക്കുക. കേക്ക് എന്തെങ്കിലും പറയുമ്പോഴൊക്കെ അമ്മ എന്നോട് ദേഷ്യപ്പെടാണ്ട് നിക്ക് മുഴുവൻ കേക്ക് ഒന്ന് നിയന്ത്രിച്ചിട്ട് ഒന്ന് സ്വഭാവം ഒന്ന് നന്നാക്കി എടുക്കുക. എന്നിട്ട് ദേഷ്യം വന്നതിന് ശേഷം എല്ലാം പറഞ്ഞതിന് ശേഷം, മോനെ എനിക്ക് ഇത്തിരി പ്രഷർ ഉള്ളതല്ല, അതുകൊണ്ടാട്ടാ മോനെ ചൂടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ കഥ അമ്മ ആദ്യം മനസ്സിലാക്കിയിട്ട് ദേഷ്യം ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് ഇതുപോലെ ചിരിക്കുക.
അല്ല ഒരു ഉദാഹരണം പറയണല്ലോ, ഉപമ വേണ്ടേ? എപ്പ ദേഷ്യപ്പെട്ടോ? എത്രയോ എപ്പോഴൊക്കെ ഉണ്ട്. നിന്നോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് ദിവസത്തിൽ ഒരു 24 മണിക്കൂർ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. അത്രയ്ക്ക് വികൃതിയമ്മ ഞാന് അല്ല, വികൃതിയല്ല. എന്തൊക്കെ ചെയ്യാറുണ്ട്? ഇന്നിപ്പോ എന്തെങ്കിലും ചെയ്തോ? പുറത്തു പോണതിന് മുമ്പ് നീ ഇവിടെ എന്തൊക്കെ ഒപ്പിച്ചിട്ടാ പോവാ? അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അത് എത്രയോ ഭാഷ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? അതുപോലെ എന്റെ അടുത്ത് വന്നിട്ട് അച്ഛൻ അമ്മ കുളിക്കാൻ പോയ സമയത്തേ അമ്മനെ എങ്ങനെ പറഞ്ഞു എന്ന് പറയാം. ആദ്യമൊക്കെ ഞാൻ വിശ്വസിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇവന്റെ വെറുതെ ഇട്ട് തരികയാണെന്ന്. അങ്ങനെയുള്ളതൊക്കെ ചെയ്യാനില്ലേ? ഇപ്പൊ ഇതൊക്കെ അങ്ങനെ പറയാൻ കാരണം എന്താ ഞാൻ പറയട്ടെ. അച്ഛൻ രാവിലെ അമ്മ ഈ സാരി എടുത്ത് വന്നപ്പോ ചന്ദനച്ചോലയിൽ പാട്ടുപാടി. അത് കേട്ടു ഞാൻ. അത് കേട്ട് എണീച്ചാൽ ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ ചന്ദന കളർ സാരി എടുത്ത് അമ്മ അങ്ങനെ നിൽക്കണു. അപ്പം ഞാനൊന്ന് അച്ഛനൊന്ന് നോക്കി ചിരിച്ചു. അമ്മേനത്ത് വന്ന് എന്താണല്ലേ നിങ്ങളുടെ പരിപാടി പറഞ്ഞു. അത് അമ്മയ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. എപ്പോഴെങ്കിലും ഈ മനുഷ്യനൊന്ന് പുകഴ്ത്തി പറയുള്ളൂ ബാലങ്കനായത്. അതും ഈ ചക്കൻ കണ്ടുപിടിച്ചു വന്നു. അതിനാണ് ഇന്ന് എന്നെ എത്ര കുത്തി പറയണത്. അല്ല പിന്നെ അപ്പൊ കണ്ടില്ലേ കറി. അപ്പൊ ചിക്കൻ കറി കൂട്ടി ഊണ് കഴിക്കാൻ വരുന്നോ? വരും. ഞാൻ ക്യാബേജ് തോരൻ വെക്കുന്നുണ്ട് കേട്ടാ. ഇനി ഒരു ക്യാബേജ് തോരനും വെക്കും. പിന്നെ അച്ഛന് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പപ്പടം കച്ചു അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഉള്ളപ്പോ പിന്നെ ഇവര് വേറെ ഒന്നും കൂട്ടില്ല. അപ്പൊ അതുകൊണ്ട് ക്യാബേജ് തോരൻ എന്തായാലും വെക്കണം. എനിക്ക് എന്തെങ്കിലും. അപ്പോൾ ദേഷ്യം എന്ന് പറയുന്ന ഒരു ആവരണമല്ല, അത് മോശമായൊരു സംഭവമാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഈ ക്ലാസ് കേട്ട് കരുതാ അല്ലേ ടീച്ചറെ? അപ്പം അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ആയിട്ട് അമ്മു ടീച്ചർക്ക് എൻ്റെ പകര് ബായി. അപ്പൊ എല്ലാരും ഉപയോഗിക്കാൻ വരുന്നോ? അപ്പൊ വരൂട്ടാ. ബായ്.